സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. എന്നാലും അമ്മേ, എന്റെ ദീപേച്ചി ഇതെങ്ങനെ സഹിക്കും? നിങ്ങൾ എല്ലാവരും ആ കുട്ടിയോട് എപ്പോഴും വിളിച്ച് സംസാരിക്കണം. അവൾക്ക് നല്ല ഊർജം കൊടുക്കണം മോളെ. അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം, കരഞ്ഞ് വിഷമിച്ചിരിക്കാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളൊക്കെ കൂടെയുണ്ട് എന്നൊരു തോന്നലാണ് ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യം വേണ്ടത്. അത് മോൾക്കും മോളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ സാധിക്കൂ. സുമിത്രയുടെ ഓരോ വാചകങ്ങളും ലക്ഷ്മിക്ക് വലിയ ആശ്വാസമായിരുന്നു. തന്റെ അമ്മയുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഏട്ടന്റെ അമ്മയുടെ സംസാര രീതി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ? അത് അതമ്മേ, എനിക്ക് അത് പിന്നെ ഏട്ടൻ അടുത്ത് വരുമ്പോൾ ഓക്കാനിക്കാൻ തോന്നുക. ഇന്നലെ അതാണ് പെട്ടെന്ന് ഓക്കാനിച്ചത്. അവളുടെ പറച്ചിൽ കേട്ടതും സുമിത്ര ചിരിച്ചുപോയി. ഇത് പറയാനാണോ എന്റെ കുട്ടി ഇത്രയ്ക്ക് വിഷമിച്ചത്? അത് പിന്നെ അമ്മേ, സാരമില്ല, ചിലർക്ക് അങ്ങനെയൊക്കെയാണ്. 3-4 മാസം കഴിയുമ്പോൾ എല്ലാം മാറ്റം വരും. കടിഞ്ഞൂലല്ലേ, അതാ. ഇനി എന്ത് ചെയ്യുമേ? അവനോട് വരുമ്പോഴേ കുളിക്കാൻ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പം കാണില്ല. അത് ശരിയാമ്മേ, ഇന്നലെ ഏട്ടൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. ഞാൻ വിധിയെ വിശേഷമായിട്ടിരിക്കുമ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ശേഖരേട്ടൻ കുളത്തിൽ മുങ്ങി കുളിച്ച് പിന്നെ ഉമ്മറത്തേക്ക് വരൂ. അത് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും ചിരിച്ചു. ആ മോളെ വീട്ടിലേക്കൊന്ന് വിളിക്ക്, അമ്മയോട് സംസാരിക്കൂ കേട്ടോ. അവരുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മി അപ്പോൾ തന്നെ അവളുടെ അമ്മയെ വിളിച്ചു. കാർത്തി, അവൾ തന്നെയാണോ ആള്? അവസാനം നമ്മൾ പുലിവാൽ പിടിക്കുവോ? അതേ വൈശാഖിട്ട, ഒരു സംശയമില്ല. ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. എങ്കിലൊന്നു പോയി നോക്കാല്ലേ? ചുമ്മാ മുട്ടി നോക്കാം. ഏട്ടൻ വാ. ഇവളെയൊക്കെ എടുത്ത് പഞ്ഞിക്കിടാൻ ആളില്ലാതായിപ്പോയി. ഏട്ട അവളുടെ കെട്ടിയോൻ ഗൾഫിലാ. അയാളെ അവളിങ്ങോട്ട് വരുത്തുന്നില്ല. അങ്ങനെയാ അറിയാൻ കഴിഞ്ഞത്. അയാൾ വന്നാൽ ഇവൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, അതാ. ഇപ്പോഴത്തെ കാലം പോയ പോക്കേ, കെട്ടാൻ തന്നെ പേടിയാവോ. ഓ, ഇവൾ ഒരുത്തി കാരണം ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം എന്തു പിഴച്ചു. പോകാൻ പറയടാ അവളോട്. അതൊക്കെ ശരിയായിട്ടാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഒരു ചെറിയ ഹൗസിംഗ് കോളനിയേക്കാണ് വൈശാഖിന്റെ ബൈക്ക് പോയത്. എല്ലാ വീടുകളും അടഞ്ഞു കിടക്കുകയാണെന്ന് കാർത്തി പറഞ്ഞു. എല്ലാരും ജോലിക്കാരായിരിക്കും, അതാ. വൈശാഖൻ മറുപടി കൊടുത്തു. രുദ്രാക്ഷം എന്നെഴുതിയ ഒരു വാർക്ക വീടിന്റെ മുൻപിലാണ് കാർത്തിയുടെ നിർദ്ദേശപ്രകാരം വൈശാഖൻ ബൈക്ക് നിർത്തിയത്. ഇവിടെ ആരും ഇല്ലാത്ത ലക്ഷണമാണല്ലോ. ഏയ് അല്ല, അവൾ ഇവിടെ ഉണ്ടേട്ടാ. വാ, നമുക്ക് നോക്കാം. കാർത്തി ഗേറ്റ് തുറന്നപ്പോൾ രണ്ടാളും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. ഡോർബെൽ അടിച്ചിട്ട് രണ്ടാളും കൂടി വാതിൽക്കൽ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. ഇളം റോസ് നിറമുള്ള ഒരു ടോപ്പും വൈറ്റ് ലെഗിനും ധരിച്ചൊരു അതിസുന്ദരിയായ യുവതി വാതിൽക്ക് പ്രത്യക്ഷപ്പെട്ടു. ആരാ? എന്തു വേണം? ഹേമ മാഡം അല്ലേ? കാർത്തി ചോദിച്ചു. അതെ മാഡം, ഞങ്ങൾ കുറച്ച് തെക്കൂന്നാ വരുന്നേ. ഒരാൾ പറഞ്ഞിട്ട് മാഡത്തിനെ കാണാൻ വരുന്നതാ. ആര് പറഞ്ഞിട്ട്? എന്നെയോ? എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ. മാഡം, അതൊക്കെ ഞങ്ങൾ പറയാം. പക്ഷെ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ഞങ്ങളെ അകത്തേക്കൊന്ന് ക്ഷണിക്കുമോ? വൈശാഖൻ വിനയത്തോടെയാണ് ചോദിച്ചത്. അവൾ ഒരു നിമിഷം അവരെ രണ്ടാളെ നോക്കി. മാഡം, ഞങ്ങളെ അവിശ്വസിക്കണ്ട പ്ലീസ്. വൈശാഖിന്റെ അഭിനയം ഒന്നാന്തരമാണെന്ന് കാർത്തി ഓർത്തു. ഓക്കെ ഓക്കെ, കയറി വരൂ. അവൾ പറയേണ്ട താമസം രണ്ടാളും കൂടി അകത്തേക്ക് കയറി. ശീതീകരിച്ച സ്വീകരണമുറിയായിരുന്നു. ഹേമയുടെയും ഭർത്താവിന്റെയും വിവാഹ ഫോട്ടോ ചുവരിലുണ്ട്. ഒരുപാട് നാളായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട്. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം മാഡം, വെയിറ്റ്. വൈശാഖൻ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കൈയെത്തിപ്പിടിച്ചെടുത്തു. താൻ എന്താടോ കാണിക്കുന്നത്? അതവിടെ വെക്കടോ എന്നും പറഞ്ഞുകൊണ്ടവൾ വൈശാഖിന്റെ കോളറി കയറി പിടിച്ചു. ചി, വിടടി. നിന്നെപ്പോലെ ഉള്ളവളൊക്കെ എന്നെ പിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഗംഗാനദിയിൽ പോയി കുളിക്കണം. അവൻ ദേഷ്യപ്പെട്ടു. നീ ആരാടാ? നിനക്ക് എന്തു വേണം? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും അവളുടെ ഭാവമൊക്കെ മാറി. അയ്യോ, പോകാൻ തന്നെ ആടി വന്നത്, അല്ലാതെ നിന്റെ കൂടെ കിടക്കാനൊന്നുമല്ല. അതിനൊക്കെ നീ നിന്റെ തരപ്പിടിക്കാരെ നോക്കിയാൽ മതി. അവൻ പുച്ഛിച്ച് ചിരിച്ചു. എടാ, നിന്നെ ഞാൻ. അവൾ വീണ്ടും അവന്റെ കോളറി പിടിച്ചു. ഇത്തവണ വൈശാഖൻ തിരിച്ചവളുടെ കയ്യിലൊന്നു പിടിച്ചു. വേദന കൊണ്ട് അവൾ പൊളഞ്ഞു.
എന്താടീ നീ കിടന്ന് കൂവുന്നത്? നിന്നോട് മാന്യമായ രീതി പെരുമാറിയപ്പോ നീ തലേ കയറി നിരങ്ങുവാണല്ലേ? അവന്റെ പിടുത്തം ഒന്നുകൂടി മുറുകി. കയ്യിൽ നിന്ന് വിടടാ, ഇല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. ഉം, വിളിക്കടി, നീ ആളെ വിളിക്കടി. ഞാൻ പറയാ എല്ലാരോടും നിന്റെ വിശേഷം. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം അവരെല്ലാവരും ഇനി എത്തും. വൈശാഖനത് പറയുകയും അവൾ ഒന്ന് ഞെട്ടി. എടാ, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഉള്ളിലുണ്ടായ പരിഭ്രമം മറച്ചു വെച്ചിട്ട് അവൾ വൈശാഖിനെ നേരിട്ടു. പിന്നെ അറിയാതെ നിന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിഞ്ഞിട്ടാണടി ഞാനും വന്നത്. അവൻ അവളുടെ കൈ വിട്ടിട്ട് വാഷ് ബേസിന്റെ അരികിലേക്ക് പോയി. കൈ നന്നായി കഴുകിയിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. നിന്നെ തൊട്ടാൽ അറയ്ക്കണം, അതുകൊണ്ടാ കൈ കഴുകിയത്. ആ പിന്നെ, നീ എന്നാ ചോദിച്ചത്? ആരോടാ കളിക്കുന്നതെന്നറിയാവോന്നല്ലേ? വൈശാഖൻ അവളുടെ മുമ്പിൽ വന്ന് നിന്നു. കാണാൻ കൊള്ളാവുന്നതും കാശുള്ളതുമായ ആണുങ്ങൾ നിനക്കെന്നും ഒരു ഹോബിയാണല്ലേ? അവരെ മയക്കിയെടുത്തിട്ട് നീ നിന്റെ വീട്ടിലെത്തിക്കും. എന്നിട്ട് അവരുമായി ബന്ധം സ്ഥാപിക്കും. കുറച്ച് ഫോട്ടോസ് എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യും. പിന്നീട് അവർ നിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരാകും. അവരുടെ പോക്കറ്റ് കാലിയായി കഴിഞ്ഞാൽ നീ അവരെ കറിവേപ്പിലയാക്കും. ശരിയല്ലടി? യു ബ്ലഡി! അവൾ പല്ലിറമി. ഭ, നിർത്തടി. ആരെയാടി നീ പേടിപ്പിക്കുന്നത്? എടാ, നീ ആരാടാ? വീട്ടിൽ കയറി വന്ന് പേടിപ്പിക്കുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിയാടി, നിന്നെക്കുറിച്ച് സകല വിവരങ്ങളും അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ദേ, ആ ഇരിക്കുന്ന മനുഷ്യൻ ഇത് വല്ലതും അറിയുന്നുണ്ടോടി? ആ പാവ മനുഷ്യൻ. നിന്റെ മാദക സൗന്ദര്യം ഉടയാതെ നോക്കുവാൻ അയാളങ്ങ് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുവല്ലേടി? അയാളുടെ പണം പോരെ നിനക്ക്? എടാ, നിന്നെ നീ എന്നെ എന്നാ ചെയ്യും പറയടി? എല്ലാ ആണുങ്ങളെയും നീ ഒരുപോലെ കാണല്ലേ? നിന്റെ ഭർത്താവിന്റെ ആ പാവം അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരട്ടെ. ആ പാവം മാധവമേനോനും ശാന്താദേവിയും അല്പസമയത്തിനുള്ളിൽ എത്താമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. അവർ വന്നിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അവരുടെ പേര് കേട്ടതും അവൾക്കൊരു വിറയലുണ്ടായി. ഇവന്മാർ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് പറ. അവളുടെ ശബ്ദം ഒന്നും മയപ്പെട്ടു. ഓ, ഇപ്പൊ അങ്ങനായോ? അങ്ങനല്ലല്ലോ ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയും, എന്നിട്ടല്ലേ ബാക്കി. അതൊക്കെ പറയാം, പക്ഷേ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താണ് അറിയാനുള്ളത്? ചോദിച്ചിട്ട് വേഗം പോകാൻ നോക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകാം. നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ആദ്യം പേര് പറയൂ. ഹേമ വൈശാഖിനെ നോക്കി. എന്റെ പേര് അനൂപ്. ഇത് എന്റെ ഫ്രണ്ട് നീരജ്. അവൻ ഒട്ടും പതരാതെയാണ് പറഞ്ഞത്. ഓക്കെ മാഡം, ഞാൻ ഡയറക്റ്റായിട്ട് പറയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുമായി നിങ്ങളെ പല സ്ഥലങ്ങളിലും കണ്ടു. അത് ചോദ്യം ചെയ്ത അയാളുടെ വൈഫുമായിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ആ സ്ത്രീയെ ജീവിതം തീർക്കാനൊരു അറ്റംപ്റ്റ് വരെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. വൈശാഖിനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഹേമയുടെ കണ്ണു മിഴിഞ്ഞു. വാട്ട്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് എനിക്കറിയാം. അയാളെയും നിങ്ങൾക്ക് മനസ്സിലായി. അയാളെ കറക്കിയെടുത്ത സ്ത്രീയെ നിങ്ങളാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിന്റെ അടുത്ത് വന്നത്. ഹേമയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്താടി വേണ്ടത്? നിന്നെപ്പോലെയുള്ള സ്ത്രീകൾ കാരണം എത്രയൊക്കെ ജീവിതങ്ങളാണ് വഴിയാധാരമാകുന്നത്, അറിയാവോടി നിനക്ക്? അവൻ കാർത്തിയുടെ നേരെ തിരിഞ്ഞു. നീരജ്, നീ ഇവളുടെ അമ്മായിപ്പനെ അമ്മയും വിളിച്ചോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഇല്ല ഏട്ടാ, ഇവിടെ വന്നിട്ട് വിളിക്കാന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. ഓ, അത് ശരിയാ, ഞാനത് മറന്നു. മിസ് അനു, പ്ലീസ് അവരെ വിളിക്കരുത്. എന്തോ? മേഡം വല്ലതും പറഞ്ഞോ? അവരെ വിളിക്കണ്ട. ഓക്കെ, വിളിക്കാതിരിക്കാം. പക്ഷേ ഞങ്ങൾ പറയും പോലെ കേൾക്കണം. പറ്റുമോ? വൈശാഖൻ അവളെ നോക്കി. എന്താണ്, പറയേ. അവൾ ഒന്നയഞ്ഞതായി അവന് തോന്നി. വൈശാഖൻ അവളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതം മൂളി. അപ്പോൾ തന്നെ അവൻ അവളെ കൊണ്ട് രാജീവിന്റെ ഫോണിലേക്ക് വിളിപ്പിച്ചു. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുക. പറഞ്ഞ സമയത്ത് വീണ്ടും കാണാം. വൈശാഖനും കാർത്തിയും വേഗം പുറത്തിറങ്ങി ബൈക്ക് ഓടിച്ചു പോയി. അവൾ ചതിക്കൂ ഏട്ടാ, അതോ പറഞ്ഞതുപോലെ കേൾക്കുവോ? കാർത്തി തന്റെ സംശയം മറച്ചു വച്ചില്ല. ഇല്ലടാ, അവൾ ആരോടും ഒന്നും പറയില്ല, നീ നോക്കിക്കോ. ഏട്ടാ, ലക്ഷ്മിക്കതറിയാമോ?
ഞാൻ ആരോടും പറഞ്ഞില്ലടാ. തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതല്ലേ നല്ലത്. അത് ഞാൻ അങ്ങോട്ട് പറയണമെന്നോർത്തിരിക്കുമായിരുന്നു. നീ ഇവിടെ ഇറങ്ങുവാണോ? ഇന്ന് കോളേജില്ലല്ലോ? ഇല്ല ഏട്ടാ, ഇന്ന് അവധിയാ. ഞാൻ നേരെ വീട്ടിൽ പോയിക്കോളാം. അവൻ പറഞ്ഞ സ്ഥലത്ത് അവനെ ഇറക്കിയിട്ട് വൈശാഖൻ നേരെ ബൈക്ക് ഓടിച്ചു പോയി. രാജീവിനെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് അവനൊരു ശുഭപ്രതീക്ഷ തോന്നി. കുറേ ദൂരം ചെന്നപ്പോൾ വഴിവെക്കിൽ ഒരാൾ മാതള നാരങ്ങയും നാടൻ നെല്ലിക്കയും വിൽക്കുന്നത് അവൻ കണ്ടു. കുറച്ച് മേടിക്കാം, ലക്ഷ്മിക്ക് കൊടുക്കാം. ഇതൊക്കെ നല്ലതാണ് അവൾക്ക് കഴിക്കാൻ. അങ്ങനെ അവയെല്ലാം മേടിച്ച് അവൻ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. നല്ല വെയിലുള്ളതുകൊണ്ട് അമ്മ വറ്റൽമുളകും മല്ലിയുമൊക്കെ പായയിൽ ഉണങ്ങാൻ വിരിച്ചിട്ടുണ്ട്. ലക്ഷ്മിയെ പുറത്തൊന്നും കണ്ടില്ല. അമ്മ അടുക്കളയിലാണ് തോന്നുന്നു. അവൻ മുറിയിലേക്ക് കയറി ചെന്നു. ലക്ഷ്മി, അവൻ വിളിച്ചു. മോനെ, ഞങ്ങളിവിടെ ഉണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. ആഹാ, എന്താ ഇവിടെ പരിപാടി? അവൻ അകത്തേക്ക് കയറി ചെന്നു. അമ്മ എണ്ണ മുറുക്കുക, എനിക്ക് തലവേദനയായോണ്ട്. അതുകൊണ്ട് തന്നെ അല്ല മോളെ, ഈ സമയത്ത് നല്ല കാച്ചെണ്ണ തേച്ചാൽ മുടിയൊക്കെ ധാരാളം ഉണ്ടാകും. പ്രസവമൊക്കെ കഴിയുമ്പോൾ നല്ല കറുകറുത്ത പനങ്കുല പോലെയുള്ള മുടി വരും. സുമിത്ര കുറച്ച് മൈലാഞ്ചിയിലയും കയ്യൂന്നയും കറ്റാർവാഴപ്പൊളിയും കറിവേപ്പിലയും ഒക്കെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചു. എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ നല്ല വശമാ. ഇനി ലക്ഷ്മി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അവൾ ഓക്കാനിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ദൈവമേ, ആ കുട്ടി എന്നോട് പറഞ്ഞതായിരുന്നു, പോയി കുളിക്കടാ നീയ. സുമിത്രയും പിറകെ ഓടി. മോളെ, ശോ, ഞാനും അത് മറന്നു. അവർ അവളുടെ പുറന്തടവി. സാരമില്ലമ്മേ, മാറിക്കോളും. അവൾ വായും മുഖവും കഴുകി അകത്തേക്ക് കയറി. വൈശാഖിന് ആ സമയത്ത് കുളിക്കാനായി കുളത്തിലേക്ക് പോയി. കുളി കഴിഞ്ഞു വന്നപ്പോൾ ലക്ഷ്മി കട്ടിലിരുന്നു. ഇത് കുറച്ച് കഷ്ടമാണ് കുഞ്ഞുലക്ഷ്മി. ഇങ്ങനാണെങ്കിൽ അച്ഛ പിണങ്ങും. അവൻ തല തുവർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി. ഏട്ടാ, ഇനി പുറത്തു പോയിട്ട് വരുമ്പോൾ കുളിക്കാൻ എന്റെ അടുത്തോട്ട് വരരുത് കേട്ടോ. ലക്ഷ്മി കട്ടിലിൽ നിന്ന് എണീറ്റു. അപ്പോഴേക്കും അവനോളെ വട്ടം പിടിച്ചു കഴിഞ്ഞു. ഞാനൊരു ഉമ്മ തന്നു നോക്കട്ടെ, നീ ഛർദ്ദിക്കുമോ എന്ന്. അയ്യേ, വിട്, അമ്മ കാണും. വാതി തുറന്നു കിടക്കുക. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. 1, അവൻ അവളുടെ നെറ്റിയിലൊരു മുത്തം കൊടുത്തു. 2, 3, ഇടത് കവിളിലും വലത് കവിളിലും ഓരോ മുത്തം കൊടുത്തു. അതിനുശേഷമാണ് അവൻ അവളെ അടർത്തി മാറ്റിയത്. കുഞ്ഞുലക്ഷ്മി, നമുക്ക് രാത്രി കാണാട്ടോ. അച്ഛയ്ക്കറിയാം പൊന്നിപ്പോയി ഉറങ്ങുവാണെന്ന്. അവൻ മെല്ലെ പറഞ്ഞു. ഓ, ഒന്ന് നിർത്ത്. നീ പോടി. ഞാനും എൻ്റെ മോളും കൂടിയാ സംസാരിച്ചത്. അതിന് ഇത്രയ്ക്ക് അസൂയ പാടില്ല. എനിക്കൊരസൂയയില്ലേ, അറിയാണ്ട് പറഞ്ഞു പോയതാ. അതാണ് നിനക്ക് നല്ലത്. അത് പോട്ടെ, നീ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഏട്ടാ, ഫോളിക് ആസിഡ് മാത്രമല്ലേ ഉള്ളൂ ഇപ്പോ. ആ പിന്നെ, ഞാൻ കുറച്ച് അനാറും നാടൻ നെല്ലിക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ അതൊക്കെ കഴിക്കണം കേട്ടോ. കുഞ്ഞുലക്ഷ്മിക്ക് ഇഷ്ടാകും. അതൊക്കെ എന്തിനായിട്ടാ ഇപ്പോ? നാടൻ നെല്ലിക്ക എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാ. ആ പിന്നെ, അത് ജ്യൂസ് അടിച്ച് കുടിച്ചാലുണ്ടല്ലോ, കുഞ്ഞിന് നല്ല മുടിയുണ്ടാകും. മര്യാദയ്ക്ക് കുടിച്ചോണം. ഇതൊക്കെ ഏട്ടനോട് ആരാ പറഞ്ഞു തന്നേ? ഭയങ്കര അനുഭവജ്ഞാനമാണല്ലോ. യൂട്യൂബിൽ കണ്ടതാടി, അല്ലാതെ എവിടുന്നാ? നീ അതൊക്കെ കഴിച്ചാൽ മതി. മാഷ് പോയാട്ടെ, ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം. ഓ, ഉത്തരവ്. വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. മുരിങ്ങയില തോരനും ഉള്ളി തീയലും വയമ്പ് വറുത്തതുമായിരുന്നു ഊണിന്. ഉള്ളിത്തീയൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടമ്മേ, സൂപ്പറാണ്. അതല്ലായിരുന്നോ കഴിഞ്ഞ ദിവസവും? അതേ മോനെ, മോൾക്ക് ഇഷ്ടമായതുകൊണ്ടാ ഇന്നും വെച്ചത്. ഓ, ഇപ്പൊ അമ്മയ്ക്ക് മരുമകളുടെ ഇഷ്ടം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒന്ന് പോടേർക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെൺകുട്ടികളുടെ ഇഷ്ടമോ പ്രധാനം? അസൂയാണമ്മേ ഏട്ടന്, മൈൻഡ് ചെയ്യണ്ട. ബാക്കിയുള്ളവന് ഒരു റോളും ഇല്ലേ അപ്പോ? അവൻ പിറുപിറുത്തു. അച്ഛൻ ഊണ് കഴിക്കാൻ വരത്തില്ലേ അമ്മേ? ഇല്ല മോളെ, അച്ഛനൊരു 3 മണിയാകുമ്പോഴേക്കും പാടത്തുനിന്ന് കയറി വരുമെന്നാ പറഞ്ഞേ. അത്രയും നേരത്തേക്കുള്ള പണിയേ ഉള്ളൂ. വൈശാഖിന്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോ അനൂപാണ്. എടാ അളിയ, നീ നാട്ടിൽ വന്നോ? ഓക്കേടാ, കാണാം, ഒരു 10 മിനിറ്റ്. ആരായിട്ടാ? അനൂപ്. അവൻ നാട്ടിൽ വന്നോന്ന്. ഞാൻ പെട്ടെന്ന് വരാമേ. വൈശാഖൻ കൈകഴുകിയിട്ടിറങ്ങി ഓടി. ഓ, കൂട്ടുകാരെ കണ്ടാ പിന്നെ നമ്മളെ ആരും വേണ്ടെന്റെ കുഞ്ഞുലക്ഷ്മി. തുടരും. ഇഷ്ടമാണോ ഈ നാടൻ സ്റ്റോറി?
അഭിപ്രായം പറയണേ.